കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തെരഞ്ഞെടുത്ത പിടിക്കപ്പെടുന്ന ചെക്കനെയും പെണ്ണ് നീ കാണണം, സായുജ്യം അടയണം. അത് വേണം. കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. ആളിനെ നമുക്ക് മനസ്സിലായി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? യവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. ബെസ്റ്റ്. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ എന്താ ഉറക്കം വരുന്നു തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എങ്കിൽ പറഞ്ഞോട്ടെ, ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി? എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. അത് തന്നെയല്ലേ സാർ ഇപ്പൊ ഇയാൾ പറയണത് എന്തെന്നറിയാമോ? നമ്മ തമ്മിലാണ് ഇടപാടുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിന്നി ടോം. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിന്നി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ടിന്നി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന്. എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിന്നി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. അതാണ് രസം. ഇപ്പൊ ഇയാൾ തെറി വിളിക്കുന്ന അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിന്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? ആ ഒരു ബോധം പോലും ഇല്ലാതായിപ്പോയി ടിന്നി ടോമിന് എന്ന് പറയാം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.